എല്ലാവർക്കും എന്റെ ചാനൽ എഡ്യൂ സ്പെക്ട്രയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് സൈൻ കോസ് ടാൻ ഇതിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചു. നമുക്ക് നമ്മുടെ എക്സാമ്പിൾ നമ്പർ 1 ചെയ്യാം. Okay, so the question is given tan A is equal to 4/3, find the other trigonometric ratios of angle A. ഓക്കെ, അപ്പൊ നമുക്ക് tan A is equal to 4/3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ കോസ് കൊസീക് സീക് കോട്ട് ഇതിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, റൈറ്റ് ആംഗിളുടെ ബി. ഓക്കെ, ഈ സൈഡിനെ ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഈ സൈഡിനെ ഞാൻ സി എന്ന് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നെയിം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ടാൻ എ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ എ ആണ് എന്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടാൻ എ ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ, നമുക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ ടാൻ എ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 4/3 ഈക്വൽ ആണെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് സൈഡ് 4 ഈക്വൽ ആയിരിക്കും, അഡ്ജസന്റ് സൈഡ് 3 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സി ബി അല്ലേ? അപ്പൊ ഇത് ഈ വശം 4 ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ്, ഈ ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് ഏതാ? എ ബി അല്ലേ? അപ്പൊ എനിക്ക് ഈ സൈഡ് 3 എന്ന് മാർക്ക് ചെയ്യാം അല്ലേ? ഇനി എനിക്ക് സൈനും കോസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് അറിഞ്ഞുകൂടാലോ. അപ്പൊ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. പൈതഗോറസിന്റെ സ്പെല്ലിംഗ് ജസ്റ്റ് നോക്കിക്കോ. ഓക്കെ, അപ്പൊ CA the whole square is equal to square root of 4 square plus 3 square അല്ലേ? Hypotenuse square is equal to base square plus altitude square, which is equal to 4 square is 16 plus 3 square 9 ആണ്. 16 plus 9 25 ആണ്. അപ്പൊ നമുക്ക് CA the whole square is equal to root of 25 കിട്ടി. അപ്പൊ വെറും CA എന്താണ്? 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിന്റെ അർത്ഥം നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ? CA എന്ന് പറഞ്ഞാൽ എന്താണ്? CA എന്ന് പറഞ്ഞ വർഷം ഇപ്പൊ 5 ആണ്. ഓക്കെ, അല്ലെങ്കിലും നമുക്കറിയാം ഈ 3, 4, 5 എന്താ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അപ്പൊ ഇത് 3 ആണ്, ഇത് 4 ആണെങ്കിൽ ഈ സൈഡ് 5 തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാണ്ട് തന്നെ പറയാൻ പറ്റും ഈ സൈഡ് 5 ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം വെച്ച് ഇങ്ങനെ ഡയറക്ട്ലി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് CA എന്ന് പറഞ്ഞ സൈഡ് 5 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇനി ആദ്യം സൈൻ എ കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 4 അല്ലേ? അപ്പൊ 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? CA. അപ്പൊ 4/5. ഇനി നമുക്ക് അടുത്ത ട്രിഗ്നോമെട്രിക് റേഷ്യോ കോസയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കോസ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഈ എയുടെ അഡ്ജസന്റ് സൈഡ് എന്താ? 3. അപ്പൊ 3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, ടാൻ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടാൻ ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈൻ എ എന്ന് പറഞ്ഞാൽ 4/5 ആണ്, കോസ് എ എന്ന് പറഞ്ഞാൽ 3/5 ആണ്, ടാൻ എ എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ബാക്കിയുള്ള 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താ? ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇനി ഞാൻ കൊസീക്ക് എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? കൊസീക്ക് സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ സൈന് 4/5 ആണെങ്കിൽ കൊസീക്ക് എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ 5/4 അല്ലേ? ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് CK എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എനിക്ക് 5/3 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി അടുത്തത് കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ?
ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ ടാൻ 4/3 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 3/4 അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ എല്ലാം നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സാമ്പിൾ 2ലേക്ക് പോവാം. എക്സാമ്പിൾ 2, if angle B and angle Q are acute angles such that sin B is equal to sin Q, then prove that angle B is equal to angle Q. Okay, അപ്പൊ നമുക്ക് ഇത് നോക്കാൻ എങ്ങനെ ചെയ്യാന്ന്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് sin of angle B is equal to sin of angle Q. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫിഗർ വരയ്ക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു. നമ്മൾക്ക് അറിയാം ട്രിഗണോമെട്രിക് റേഷ്യോസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABQ വരച്ചു. ക്വസ്റ്റ്യനില് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അക്യൂട്ട് ആംഗിൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കത്തില്ല. അപ്പൊ ഞാൻ ആംഗിൾ എനെ ആ 90 ഡിഗ്രി ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. So I have a right angle triangle which is right angled at A and B and Q are acute angle. Okay. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് sin B is equal to Q. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ sin B കണ്ടുപിടിക്കുക. sin B എന്ന് പറഞ്ഞാൽ എന്താ? sin B ഇതാണ് നമ്മുടെ ആംഗിൾ B. sin എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AQ അല്ലേ? AQ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ BQ. ഓക്കെ, അതുപോലെ തന്നെ sin Q എന്ന് പറഞ്ഞാൽ എന്താ? sin Q എന്താണ്? sin Q എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? BQ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ sin B യും sin Q യും ഈക്വൽ ആണെന്ന്. അപ്പൊ എനിക്കറിയാം since in the question it is given that sin B is equal to sin Q, എനിക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ AQ by BQ is equal to AB by BQ എന്ന് എനിക്ക് എഴുതാം അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഈ BQ കോമൺ ആണ്. അപ്പൊ എനിക്ക് ഡിനോമിനേറ്റർ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എനിക്ക് എന്ത് കിട്ടും? AQ is equal to AB. ഓക്കെ, എനിക്ക് AQ is equal to AB എന്ന് കിട്ടി. ഇവിടെ AQ എന്ന് പറഞ്ഞ വശം ഏതാ? ഇതാണ് AQ. AB എന്ന് പറഞ്ഞ വശം ഏതാ? ഇതാണ് AB. ഓക്കെ, അപ്പൊ I got AQ is equal to AB. ഇനി നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഈ ഒരു സെയിം ട്രയാംഗിളിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. അപ്പോ ഇതാണ് A, ഇതാണ് B, ഇതാണ് Q. എനിക്ക് AQ is equal to AB എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ട്, B യും Q. ഓക്കെ, ഇവിടെ ഈ ട്രയാംഗിളിൽ ഈ സൈഡ് AB യും ഈ സൈഡ് AQ യും സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് സെയിം ആണെങ്കിൽ അങ്ങനത്തെ ട്രയാംഗിൾ നമ്മൾ എന്ത് ട്രയാംഗിൾ എന്നാ പറയാ? We call them as isosceles triangle അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ നമ്മൾ ഒരു തിയറം കൂടി പഠിച്ചിട്ടുണ്ട്. If the opposite sides of an isosceles triangle are same, then the angle, okay, ഈ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് സെയിം തന്നെയാണ്. Angle opposite to equal sides of an isosceles triangle are equal. അതിന്റെ അർത്ഥം എന്താ? ഈ AB യും AQ യും ഈക്വൽ ആണെങ്കിൽ ബൈ ഐസോസെലസ് ആംഗിൾ തിയറം. അപ്പൊ ലാസ്റ്റ് നമ്മൾ പഠിച്ച ബൈ ഐസോസെലസ് ആംഗിൾ തിയറം ഈ AB യും AQ യും ഈക്വൽ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും ആംഗിൾ B is equal to angle Q, isn't it? So we have proved that angle B is equal to angle Q. Okay, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ 3ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ട്രയാംഗിൾ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് C in which AB നമുക്ക് 29 തന്നിട്ടുണ്ട്, BC 21 തന്നിട്ടുണ്ട്, ആൻഡ് ആംഗിൾ ABC is equal to theta. Determine the value of cos square theta plus sin square theta and cos square theta minus sin square theta. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ആംഗിളിന്റെ പേര് അവർ തീറ്റ തന്നിട്ടുണ്ട്. അവിടെ തീറ്റ അല്ല, ഇറ്റ് ഈസ് എ ഗ്രീക്ക് ലെറ്റർ. ഓക്കെ,
അപ്പോൾ നമ്മുടെ അടുത്ത് cos square theta plus sin square theta യും cos square theta minus sin square theta യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ദാറ്റ് ഈസ് sin square theta plus cos square theta. നമുക്ക് ഇവിടെ സൈനും കോസും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇത് തീറ്റ ആണെങ്കിൽ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനില് എ സിയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സാമ്പിൾ 1 കണ്ടാണ്. വി ക്യാൻ യൂസ് ആർ പൈതഗോറസ് തിയറം അല്ലേ? അപ്പൊ നമുക്ക് എ സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എ സി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് സി ബി സ്ക്വയർ. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് സി ബി സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ യൂസിങ് ആർ പൈതഗോറസ് തിയറം നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. അപ്പൊ എ സി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു hypotenuse square 29 square minus base square that is 21 square. ഈ 29 square നമ്മൾ 29 into 29 ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം, അതുപോലെ തന്നെ 21 into 21 ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് a square minus b square നമ്മുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചൂടെ? a square minus b square is equal to a plus b into a minus b. ആ ഐഡന്റിറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 29 minus 21 a minus b into a plus b ഞാൻ ചെയ്തു. 29 minus 21 എന്ന് പറഞ്ഞാൽ 8 ആണ്. 29 plus 21 it is 50. Now 8 into 50 it is 400. So we got AC the whole square is equal to 400. അപ്പൊ വെറും AC എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 400 which is equal to 20 അല്ലേ? അപ്പൊ നമുക്ക് ഈ സൈഡ് AC യുടെ വാല്യൂ we got it equal to 20. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is cos square theta plus sin square theta. അപ്പൊ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് cos theta എന്താണ് sin theta എന്താണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിക്കേ. ഇവിടെ തീറ്റയുടെ റെസ്പെക്റ്റിലാണ് നമ്മൾ റേഷ്യോ എടുക്കാൻ പോകുന്നത്. sin theta is equal to opposite side by hypotenuse, we know it. Okay, so opposite side എന്ന് പറഞ്ഞാൽ എന്താ? AC. hypotenuse ഏതാ? AB. so sin theta is equal to 20 by 29. Okay, similarly ഇതാണ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ cos theta എന്ന് പറഞ്ഞാൽ adjacent side by hypotenuse ആണ്. ഇതിന്റെ adjacent side എന്ന് പറഞ്ഞാൽ 21 ആണ്, hypotenuse 29 ആണ്. so cos theta is equal to 21 by 29. Okay, now ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി cos square theta plus sin square theta. Okay, ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചവർക്ക് ഇത് അറിയായിരിക്കും. ഇത് നമ്മുടെ ഐഡന്റിറ്റി ആണ്. sin square theta plus cos square theta is equal to 1. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ആണ്. ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അറിയണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഞാൻ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ തന്നെ ഫൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോ ഓൾറെഡി പഠിച്ച് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേര് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി cos square theta plus sin square theta 1 എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം cos theta നമുക്ക് 21 by 29 എന്ന് കിട്ടി. so 21 by 29 the whole square plus sin theta 20 by 29 ആണ്. അപ്പൊ 20 by 29 the whole square. ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 21 square plus 29 the whole square by 29 square എന്ന് എഴുതാം. ഇനി ജസ്റ്റ് അതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 21 square എന്ന് പറഞ്ഞാൽ 441, 20 square എന്ന് പറഞ്ഞാൽ 400, 29 square എന്ന് പറഞ്ഞാൽ 841. 441 plus 400 എന്ന് പറഞ്ഞാൽ 841 ആണ്. so 841 രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് ഫൈനലി 1 കിട്ടും. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടി cos square theta plus sin square theta is equal to 1. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് ആയിരുന്നു cos square theta minus sin square theta. ഓക്കെ, അപ്പൊ cos theta എന്തായിരുന്നു? 21 by 29 സ്ക്വയർ ഉള്ളതുകൊണ്ട് the whole square മൈനസ് sin theta എന്ന് പറഞ്ഞാൽ 20 by 29 ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ ചെയ്യാം. ഇനി ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം. 21 square minus 20 square by 29 the whole square which is equal to 441 minus 400 divided by 841. 441 minus 400 എന്ന് പറഞ്ഞാൽ 41 ആണ് by 841. Okay, so cos square theta minus sin square theta is equal to
41 by 841. Okay, these are the values. Okay, I hope it is clear. Example 4 like question is in a right angle triangle ABC. Right angle at B. Okay, right angle triangle at ABC. Other right angle at B. If tan A is equal to 1, then verify that 2 sin A cos A is equal to 1. Okay, our question tan of A is equal to 1. We have to show that 2 sin A cos A is equal to 1. Okay, അപ്പോൾ നമുക്കറിയാം tan is equal to 1. അപ്പോൾ 1 എനിക്ക് 1 by 1 എഴുതാവോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനില് നമുക്കറിയാം tan എന്ന് പറഞ്ഞാൽ എന്താ? tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്റെ A ആംഗിൾ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? DC. അപ്പോൾ ഈ ആംഗിൾ 1 ആണ്. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡ്, ഈ ആംഗിളിയുടെ അടുത്ത് കിടക്കുന്ന സൈഡ്. അടുത്ത് കിടക്കുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പൊ tan is equal to നമുക്ക് 1 തന്നിട്ടുണ്ട്. 1 എനിക്ക് 1 by 1 എഴുതാം. അപ്പൊ നമുക്കറിയാം tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 sin A cos A യുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് സൈൻ വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് വേണ്ടി വരും. അതിന്റെ അർത്ഥം നമ്മൾ ഈ എ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എ സിയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബൈ പൈതഗോറസ് തിയറം. അപ്പൊ എ സി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 plus 1 we know, that is AC the whole square is equal to 2. അപ്പൊ വെറും AC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is equal to root 2. So നമുക്ക് AC യുടെ വാല്യൂ root 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? sin A വേണം, അതുപോലെ തന്നെ cos A വേണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ sin A യുടെ വാല്യൂ കണ്ടുപിടിക്കാം. sin A എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ A യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ which is AC. So divided by root 2 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ cos A. cos എന്ന് പറഞ്ഞാൽ എന്താ? adjacent side by hypotenuse. adjacent side എന്ന് പറഞ്ഞാൽ AB. ഓക്കെ, that is 1 divided by hypotenuse is AC, which is again root 2. Okay, so sin A is equal to 1 by root 2, cos A is equal to 1 by root 2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ LHS, ഓക്കെ, LHS ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS എന്താണ്? 2 sin A cos A. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. സോ 2 into sin A എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1 by root 2 into cos A എന്ന് പറഞ്ഞാൽ എന്താ? 1 by root 2 itself. Okay, so we know ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. 2 divided by root 2 into root 2 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇത് സിമിലർ സെർട്സ് ആണ്. സിമിലർ സെർട്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 2 ഈ 2 ക്യാൻസൽ ആയി. what is left with you? 1. isn't it? അപ്പൊ നമുക്ക് നമ്മുടെ LHS ലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ we got it equal to 1. Okay, so we proved that if tan A is equal to 1, then 2 sin A cos A is equal to 1. Okay, so I hope it is clear. So ഇനി നമുക്ക് example 5 ലേക്ക് പോവാം. The question is in triangle OPQ, right angle at P. അപ്പോൾ ഒരു triangle OPQ ഉണ്ട്, which is right angle at P. P is equal to 7 cm. OP 7 cm ആണ്, and it is given that OQ minus PQ is equal to 1 cm. Determine the value of sin Q and cos Q. നമുക്ക് sin Q യുടെയും cos Q യുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിളിൽ നമുക്ക് ആകെ ഒരേ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, OP. നമുക്ക് ഈ QPയും QOയും അതിന്റെ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പം ബേസിക്കലി നമുക്ക് sin Q cos Q കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വേണ്ടേ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ QPയുടെ വാല്യൂവും OQയുടെ വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറം എഴുതാം. We know Pythagoras theorem, that is hypotenuse square OQ the whole square is equal to OP square plus
PQ square. Isn't it? അല്ലേ? ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ ഈ OQനെ ഇല്ലേ, ഞാൻ ഈ OQനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറ്റ് വാസ് ഗിവൺ ദാറ്റ് OQ മൈനസ് PQ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ക്വാണ്ടിറ്റിന്ന് ഞാൻ ഈ OQനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ആ PQനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. സോ എനിക്ക് എന്ത് കിട്ടും? OQ is equal to 1 plus PQ. ഓക്കെ, ഈ വാല്യൂ ഞാൻ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 plus PQ the whole square is equal to OP the whole square plus PQ the whole square. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, this is of the form a plus b the whole square. നമുക്കറിയാം a plus b the whole square is equal to a square plus b square plus 2ab. അപ്പോ 1 plus PQ the whole square plus 2PQ is equal to ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്തെഴുതുക OP square plus PQ the whole square. Now ഇവിടെ നോക്കിക്കേ, ഈ PQ square ഈ PQ square അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ക്യാൻസൽ ഇറ്റ് ഓഫ്. സോ എന്താണ് ബാക്കിയുള്ളത്? 1 plus 2PQ is equal to OP the whole square. ഓക്കെ, OP യുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ 7 തന്നിട്ടുണ്ട്. സോ 1 plus 2PQ is equal to 7 square. 7 square എന്ന് പറഞ്ഞാൽ എത്രയാ? 49. ഓക്കെ, സോ 2PQ is equal to 49 minus 1. So 49 minus 1 is equal to 48. Okay, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2PQ is equal to 48 and PQ is equal to 48 divided by 2. So when you cancel it, you will be getting PQ is equal to 24. Okay, നമുക്ക് PQ യുടെ വാല്യൂ 24 എന്ന് കിട്ടി. Okay, ഇനി നമുക്ക് OQ യുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇനി വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ആ ഗിവൺ ഇതിലേക്ക് പോയിക്കേ, ദാറ്റ് ഈസ് OQ മൈനസ് PQ is equal to 1. നമുക്ക് PQ 24 എന്ന് കിട്ടിയില്ലേ, അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ, OQ മൈനസ് 24 is equal to 1. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് OQ is equal to 1 plus 24 എന്ന് എഴുതാം. സോ OQ is equal to 25. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് OQ യുടെ വാല്യൂ 25 എന്നും കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സിന്റെ വാല്യൂസ് കിട്ടി. ഇനി we can just find the value of sin Q. sin Q എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ആംഗിൾ Q. sin എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, that is 7 divided by hypotenuse which is 25. Okay, so sin Q is equal to 7 divided by 25. ഇനി cos Q അവർ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനില്. സോ cos Q is equal to, cos എന്ന് പറഞ്ഞാൽ എന്താ? adjacent side divided by hypotenuse. സോ adjacent side എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സൈഡ്, that is 24 divided by hypotenuse is 25. Okay, sin Q is equal to 7 by 25 എന്ന് കിട്ടി, and we got cos Q is equal to 24 by 25. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് നമ്പർ 8.1 ചെയ്തു തുടങ്ങാം. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.